നമസ്കാരം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞു കണ്ണുകൾ അതെങ്ങനെയാണ് ശരിക്കും സേഫായിട്ട് ക്ലീൻ ചെയ്യേണ്ടത്? നമ്മൾ പണ്ട് മുതലേ ചെയ്തു വരുന്ന പല കാര്യങ്ങളുണ്ടല്ലേ, അതൊക്കെ ശരിയാണോ? അത് നമ്മൾ അറിയാതെ കുഞ്ഞിന് ദോഷം വല്ലതും ചെയ്യാണോ? അപ്പോൾ ഇതിൻ്റെയൊക്കെ സയൻസ് എന്താണെന്നും ശരിയായ രീതി എന്താണെന്നും നമുക്കൊന്ന് നോക്കാം. നമ്മൾ സ്നേഹം കൊണ്ടാണല്ലോ എല്ലാം ചെയ്യുന്നത്. പക്ഷേ ആ ചെയ്യുന്ന പല കാര്യങ്ങളും കുഞ്ഞിന് ദോഷമായി മാറിയാലോ? അത് കേൾക്കുമ്പോൾ തന്നെ ഒരു വിഷമാണല്ലേ? അപ്പോൾ നമ്മൾ പാരമ്പര്യമായി പിന്തുടരുന്ന ചില ശീലങ്ങൾ എന്തുകൊണ്ടാണ് സയൻസ് അത് തെറ്റാണെന്ന് പറയുന്നത്? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതൊന്ന് നോക്കാം. ഓക്കെ, സെക്ഷൻ 1 അപകടസാധ്യതകൾ. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ കണ്ണുകൾക്ക് ഇത്രയധികം ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നത്. അതെന്താ അത്രയ്ക്ക് ദുർബലമാകാൻ കാരണം? ഇതാണ് നമ്മളെല്ലാവരും ആദ്യം മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം. കുഞ്ഞുങ്ങളുടെ കണ്ണുകളെന്ന് പറയുന്നത് നമ്മുടേതുപോലെയല്ല. അതിൻ്റെ ഒരു ചെറിയ പതിപ്പല്ല. അത് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പ്രതിരോധശേഷിയാണെങ്കിൽ വളരെ വളരെ കുറവും. അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ണ് നോക്കുന്ന പോലെയാണോ ഒരു കുഞ്ഞിൻ്റെ കണ്ണ് നോക്കേണ്ടത്? ഒരിക്കലുമല്ല. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യം പോലും അവർക്ക് വലിയ അപകടമുണ്ടാക്കിയേക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുഞ്ഞുങ്ങളുടെ കണ്ണിൽ എപ്പോഴും ഇങ്ങനെ പീള കെട്ടിയിരിക്കുന്നത്? എന്താ അതിന്റെ കാരണമെന്ന് ഓർത്തിട്ടുണ്ടോ? സിമ്പിളാണ്. നമ്മുടെ കണ്ണിന് ഒരു ഡ്രെയിൻ പൈപ്പുണ്ട്, കണ്ണുനീർ പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി. കുഞ്ഞുങ്ങളിൽ ഈ പൈപ്പ് ചിലപ്പം പൂർണ്ണമായിട്ട് തുറന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? കണ്ണുനീർ പുറത്തു പോകാതെ അവിടെ തന്നെ കെട്ടിനിന്ന് അത് പീളയായി മാറും. ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഓർത്ത് പേടിക്കൊന്നും വേണ്ട. ഇനി നമ്മൾ ഏറ്റവും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു പോയിന്റ്, കുഞ്ഞിന്റെ കണ്ണിന് മുകളിലുള്ള ആ നേർത്ത തൊലിയുണ്ടല്ലോ, അത് ശരിക്കും ഒരു സ്പോഞ്ച് പോലെയാണ്. അതിൽ നമ്മൾ എന്തു പുരട്ടിയാലും അത് നല്ലതോ ചീത്തയോ ആകട്ടെ, ശരീരം അത് നേരിട്ട് രക്തത്തിലേക്ക് വലിച്ചെടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിനർത്ഥമെന്താ? അണുവിമുക്തമല്ലാത്ത യാതൊന്നും, ഒരു പൊടി പോലും കുഞ്ഞിന്റെ കണ്ണിന്റെ പരിസരത്ത് വരാൻ പാടില്ല. അത്രയ്ക്ക് സെൻസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷൻ നമ്മുടെ ആക്ഷൻ പ്ലാൻ. എന്താണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്? ഡോക്ടർമാർ പറയുന്ന ആ ലളിതവും ഏറ്റവും സുരക്ഷിതമായ വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെപ്പ് 1. ആദ്യം നമുക്ക് വേണ്ടത് അണുവിമുക്തമായ വെള്ളമാണ്. ഓർക്കുക, ടാപ്പിലെ വെള്ളമോ ആറോ വാട്ടറോ കുപ്പിയിൽ കിട്ടുന്ന വെള്ളമോ ഒന്നും ഇതിന് ഉപയോഗിക്കരുത്. അതൊന്നും സേഫ് അല്ല. വെള്ളമെടുക്കുക, നല്ല പോലെ വെട്ടിത്തിളപ്പിക്കുക, ഒരു 10 മിനിറ്റെങ്കിലും. എന്നിട്ടോ അത് മൂടിവെച്ച് റൂം ടെമ്പറേച്ചറിലാവുന്നതുവരെ കാത്തിരിക്കുക. പിന്നെ എല്ലാ ദിവസവും ഫ്രഷായിട്ട് വെള്ളമുണ്ടാക്കണം. ഇന്നലത്തെ ബാക്കിയെടുക്കരുത്. സ്റ്റെപ്പ് 2. ഇനി തുടയ്ക്കേണ്ട രീതി. ഇതാണ് ഇതിലെ ഗോൾഡൻ റൂൾ. ശ്രദ്ധിച്ചു കേൾക്കണം. തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒരു സ്റ്റെറൈൽ കോട്ടൺ ബോൾ മുക്കുക. എന്നിട്ട് അധികമുള്ള വെള്ളം ഒന്ന് പിഴിഞ്ഞു കളയുക. എന്നിട്ട് കണ്ണിന്റെ ഉൾഭാഗത്തുനിന്ന്, അതായത് മൂക്കിന്റെ അടുത്തുള്ള ഭാഗത്തുനിന്ന് പുറത്തേക്ക്, ചെവിയുടെ അടുത്തേക്ക് ഒരൊറ്റ സ്വൈപ്പിൽ തുടയ്ക്കുക. ഒറ്റ തവണ മാത്രം. എന്നിട്ട് ആ പഞ്ച് കളയുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഉരയ്ക്കരുത്. വീണ്ടും തുടയ്ക്കണമെങ്കിൽ പുതിയൊരു പഞ്ച് എടുക്കണം. അതുപോലെ ഒരു കണ്ണിൽ ഉപയോഗിച്ച പഞ്ചി മറ്റേ കണ്ണിൽ ഉപയോഗിക്കാനേ പാടില്ല. സ്റ്റെപ്പ് 3. ഇനി ആ പൈപ്പ് പമ്പ് മസാജ്. കുഞ്ഞിന്റെ കണ്ണിൽ നിന്ന് ഇടയ്ക്കിടെ വെള്ളം വരുന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കായ ഡ്രെയിൻ പൈപ്പ് തുറക്കാൻ ഈ മസാജ് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാ ചെയ്യേണ്ടതെന്നോ? നിങ്ങളുടെ ഏറ്റവും ചെറിയ വിരൽ, നല്ല വൃത്തിയുള്ള വിരൽ എടുത്തിട്ട് മൂക്കിന്റെ സൈഡിലായിട്ട് കണ്ണിനോട് ചേർന്ന ഭാഗത്ത് വെച്ച് താഴോട്ട് ജെന്റിലായിട്ടൊന്ന് പ്രസ് ചെയ്ത് വിടുക. ഒരുപാട് ബലം കൊടുക്കരുത്. ഒരു 5-10 തവണ ഇങ്ങനെ ചെയ്യാം. ദിവസം ഒരു 3 നേരം ചെയ്താൽ മതി. വെറും 20 സെക്കൻഡ്. ഇതാണ് ഏറ്റവും സിമ്പിൾ, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞിന്റെ മുഖത്ത് തൊടുന്നതിനു മുൻപ്, പ്രത്യേകിച്ച് കണ്ണ് തുടയ്ക്കാൻ പോകുമ്പോൾ, മിനിമം 20 സെക്കൻഡ് എടുത്ത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നല്ലപോലെ കഴുകണം. ഓർക്കുക, ഇതാണ് ഇൻഫെക്ഷനെ തടയാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ഷീൽഡ്. ശരി, അടുത്ത സെക്ഷൻ. നമ്മൾ പലപ്പോഴും നല്ല ഉദ്ദേശത്തോടെ സ്നേഹം കൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിൽ പണ്ടുമുതലേ ചെയ്തുവരുന്ന കുറേ കാര്യങ്ങൾ. പക്ഷേ മെഡിക്കൽ സയൻസിന്റെ കണ്ണിൽ അതൊക്കെ എത്രത്തോളം അപകടം പിടിച്ചതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ കൺമഷി. ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ശീലം. ദൃഷ്ടി തട്ടാതിരിക്കാനാണെന്നൊക്കെ പറയും, പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം കുറച്ച് പേടിപ്പെടുത്തുന്നതാണ്. കൺമഷിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ലെഡ്, അതായത് ഈയം. അതൊരു ന്യൂറോടോക്സിനാണ്. എന്നുവെച്ചാൽ കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ചയെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷം. അതുമാത്രമല്ല, അതിലെ കാർബൺ തരികൾ കണ്ണിന്റെ കോർണിയയിൽ പോറൽ വീഴ്ത്തും. പോരാത്തതിന് നമ്മൾ വിരല് വെച്ചല്ലേ എഴുതുന്നത്. നമ്മുടെ കയ്യിലെ ബാക്ടീരിയ മുഴുവൻ നേരെ കുഞ്ഞിന്റെ കണ്ണിലേക്ക്. എന്തൊരു അപകടമാണെന്ന് നോക്കൂ. ഈയൊരു നമ്പർ മനസ്സിൽ കുറിച്ചിട്ടോളൂ: 0. ഒരു കുഞ്ഞിന്റെ ശരീരത്തിൽ എത്രമാത്രം ലെഡ് ആകാം എന്നതിന് ഒരു സേഫ് ലെവൽ ഇല്ല. 0 ആണ് അതിന്റെ സേഫ് ലെവൽ. അതിനർത്ഥം ഒരു തരി പോലും അപകടമാണ്. കൺമഷിയിലൂടെ ശരീരത്തിലെത്തുന്ന ഓരോ കണികയും കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ എന്നേക്കുമായി ബാധിക്കാൻ സാധ്യതയുണ്ട്.
ഇനി ചിലപ്പോൾ വീട്ടിലെ മുതിർന്നവർക്ക് വലിയ നിർബന്ധമായിരിക്കും ദൃഷ്ടി തട്ടാതിരിക്കാൻ ഒരു കറുത്ത പൊട്ട് വേണമെന്ന്. അങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ് കോംപ്രമൈസ് ഉണ്ട്. കൺമഷി എടുത്ത് കണ്ണിന് ചുറ്റും എഴുതുന്നതിന് പകരം കാലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ചെവിയുടെ പുറകിലോ ഒരു കുഞ്ഞു പൊട്ട് തൊട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ അത് കണ്ണിലോ വായിലോ ഒന്നും എത്താനുള്ള സാധ്യതയില്ല, എല്ലാവർക്കും സമാധാനമാവുകയും ചെയ്യും. അടുത്തത് മുലപ്പാൽ. സംശയമൊന്നുമില്ല, മുലപ്പാൽ കുഞ്ഞിന് അമൃത് തന്നെയാണ്. പക്ഷേ അത് കുടിക്കാനാണ്, കണ്ണിലൊഴിക്കാനല്ല. കണ്ണിന് എന്തെങ്കിലും ഇൻഫെക്ഷനുള്ള സമയത്ത് മുലപ്പാൽ ഒഴിച്ചാൽ അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാകും. കാരണം പാലിലുള്ള ലാക്ടോസ്, അതായത് ആ മധുരം, ബാക്ടീരിയയ്ക്ക് വളരാനുള്ള സൂപ്പർ ഫുഡാണ്. ഇൻഫെക്ഷൻ ഇരട്ടിയാകാനേ അത് സഹായിക്കൂ. അതുപോലെ തന്നെയാണ് നെയ്യും തേനും. ഓർക്കേണ്ട ഒരേയൊരു കാര്യം, ഭക്ഷണ സാധനങ്ങളൊന്നും കണ്ണിനുള്ളതല്ല. നെയ്യ് പോലെയുള്ള കൊഴുപ്പുകൾ കണ്ണുനീർ വരുന്ന ഗ്രന്ഥികളെ അടച്ചുകളയും. അത് ഭയങ്കര വേദനയും നീർക്കെട്ടുമുണ്ടാക്കും. ഇനി തേനിന്റെ കാര്യം അതിലും ഗുരുതരമാണ്. ചിലപ്പോൾ അതിൽ ഇൻഫൻപോട്ടിലിസം എന്ന മാരകമായ രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയയുടെ സ്പോറുകളുണ്ടാകാം. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒന്നാണ് കുഞ്ഞിൻ്റെ കണ്ണിൽ എന്തെങ്കിലും പോയാൽ ഉടനെ ഊതുന്നത്. സൗമ്യമായൊരു രീതിയൊക്കെയാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ അതെത്ര വലിയ അപകടമാണെന്നോ. നമ്മുടെ വായിൽ കോടിക്കണക്കിന് ബാക്ടീരിയകളുണ്ട്. നമ്മൾ ഊതുമ്പോൾ ഈ ബാക്ടീരിയയ്ക്ക് ഒരു സ്പ്രേ പോലെ നേരെ പോകുന്നത് പ്രതിരോധശേഷി ഒട്ടുമില്ലാത്ത ആ കുഞ്ഞി കണ്ണിലേക്കാണ്. ഒരു വലിയ ഇൻഫെക്ഷൻ ക്ഷണിച്ചു വരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗം അപായ സൂചനകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊക്കെ പീള കെട്ടുന്നത് നോർമലാണ്. പക്ഷേ എപ്പോഴാണ് നമ്മൾ ഓക്കെ ഇത് കുറച്ച് സീരിയസ് ആണ്, ഡോക്ടറെ കാണണം എന്ന് തീരുമാനിക്കേണ്ടത്? ആ റെഡ് ഫ്ലാഗുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ പറയുന്ന ലക്ഷണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1. കണ്ണിന്റെ വെള്ളഭാഗം പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലാവുക. 2. കട്ടിയുള്ള പച്ചയോ മഞ്ഞയോ നിറത്തിലുള്ള പഴുപ്പ് നിർത്താതെ വന്നുകൊണ്ടിരിക്കുക. 3. കൺപോളകൾക്ക് നല്ല വീക്കം, തടിപ്പ് അല്ലെങ്കിൽ ചുവപ്പ് നിറം. 4. സാധാരണ വെളിച്ചത്തിൽ പോലും കുഞ്ഞ് കണ്ണു തുറക്കാൻ മടിച്ച് കരയുക. ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം കണ്ടാൽ ഒരു സംശയവും വേണ്ട, വീട്ടുവൈദ്യമൊക്കെ നിർത്തി ഉടൻ തന്നെ ഒരു പീഡിയാട്രീഷ്യനെ കാണിക്കുക. ഇനി അവസാന ഭാഗം, ഒരു പാരന്റ് എന്ന നിലയിൽ നിങ്ങളുടെ ശക്തി എന്താണ്? ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് അന്ധവിശ്വാസങ്ങളുടെ പുറത്തല്ല, മറിച്ച് ശാസ്ത്രീയമായി തെളിയിച്ച സുരക്ഷിതമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. കുഞ്ഞിന്റെ ആ ദുർബലമായ ശരീരത്തിന് ഒരു കവചം തീർക്കേണ്ടത് നിങ്ങളാണ്. പാരമ്പര്യത്തിന്റെയോ മറ്റുള്ളവരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങരുത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ ഏറ്റവും വലിയ സംരക്ഷകർ, അവരുടെ ഏറ്റവും വലിയ വക്താവ്. ഡോക്ടർ പ്രശാന്ത് പറയുന്നൊരു കാര്യമുണ്ട്. അവരെ സംരക്ഷിക്കാൻ നിങ്ങൾക്കൊരു കറുത്ത പൊട്ടിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ശാസ്ത്രീയമായ അറിവാണ് അവരുടെ ഏറ്റവും മികച്ച പരിയെ. എത്ര ശരിയാണല്ലേ? ആ കറുത്ത പൊട്ടല്ല, നിങ്ങളുടെ കയ്യിലുള്ള ഈ ശരിയായ അറിവാണ് കുഞ്ഞിന്റെ ഏറ്റവും വലിയ സംരക്ഷണം. ആ അറിവ് നിങ്ങൾക്ക് ധൈര്യം തരും ശരിയായ തീരുമാനങ്ങളെടുക്കാൻ. അപ്പോൾ ഈ കാര്യങ്ങളുടെ എല്ലാം ശാസ്ത്രീയ വശം ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഈ ഒരു അറിവ് വെച്ച് എങ്ങനെയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ ഏറ്റവും മികച്ച പരിചയമായി മാറാൻ പോകുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി ഏറ്റവും നല്ല തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ.